ദൃശ്യം 3യുടെ അവസ്ഥ എന്തായിരിക്കും? ആ സിനിമ ഹിറ്റ് ആകുമോ ഫ്ലോപ്പ് ആകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നേരത്തെയൊക്കെയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പായിരുന്നു ആ ഒരു സിനിമ ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് വരും എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു സംശയമായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാര്യത്തിലും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ ജിത്തു ജോസഫിനെ ആണെങ്കിൽ പുതിയ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു രീതിക്കത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അദ്ദേഹം ആണെങ്കിൽ അതിന് മുമ്പ് ഇറക്കി ആസിഫലിലെ ചിത്രം നോക്കുവാണെങ്കിലും മിറാജ് എന്ന് പറയുന്ന സിനിമയാണെങ്കിലും ഒരു ബിലോ ആവറേജ് സാധനമായിരുന്നു. അപ്പോൾ അതേ ലെവലിൽ തന്നെയുള്ള സാധനമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ ദൃശ്യം 3 ഇനി എങ്ങനെ ആകും എന്നുള്ളൊരു ചോദ്യചിഹ്നം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഇപ്പോൾ ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ നല്ല പോസ്റ്റ് റിപ്പോർട്ടോടെ വന്നിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടിയേനെ ദൃശ്യം 3 വരാൻ നേരം. ഇതിപ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ദൃശ്യത്തിൻ്റെ 3ാം ഭാഗം വരുമ്പോൾ ഉള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ലോ എക്സ്പെക്റ്റേഷനിലായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സിനിമയെടുപ്പ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റിൻ്റെ സെക്കൻഡ് അത്രയും വരുമോയെന്ന് ഇപ്പോൾ ഒരു സംശയമായിട്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളത് നിങ്ങൾ അഭിപ്രായമായിട്ട് പറയുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച് പുള്ളിയുടെ ലാസ്റ്റ് 3 സിനിമകളുമാണ് നമ്മളെ ഒത്തിരി തൃപ്തിപ്പെടുത്താൻ സാധിച്ച സിനിമകളായിരുന്നില്ല പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നതാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പം ദൃശ്യം 3 പുള്ളി എന്തായാലും മെനക്കെട്ട് നല്ല രീതിക്ക് ചെയ്യുന്ന സംഭവമായിരിക്കും. എങ്കിലും എഫേർട്ട് എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരുപോലെ ഇടുന്നതാണ്. അത് പ്രത്യേകിച്ച് ദൃശ്യം എന്നും പറഞ്ഞ് പുള്ളി പ്രത്യേക എഫേർട്ടൊന്നും ഇടത്തില്ല. എല്ലാ സിനിമകളും ഒരു ഡയറക്ടറിനും പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പം ഇനിയും ദൃശ്യം 3 പുള്ളി നന്നായിട്ട് എടുത്തൊരു പുള്ളിയുടെ ഒക്കെ ഒരു കംബാക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. പടവും നല്ലതായിട്ട് വരണമെന്നാണ് ഇപ്പം നമ്മുടെ ആഗ്രഹം. ഫസ്റ്റ് സെക്കൻഡിൻ്റെ മുകളിൽ നിന്നായിരുന്നു നല്ലതായിട്ട് വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പം പറയുന്നത് ഇത് ഒന്ന് നന്നായാൽ മതി എന്നാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.